പ്രിയമുള്ളവരെ, ഗ്രീൻ റൂമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നമ്മളുള്ളത് മാന്നാനത്ത് ചാവറയച്ചൻ സ്ഥാപിച്ച സെയിന്റ് ജോസഫ് മോണസ്ട്രിയുടെ മുന്നിലാണ്. ഇന്നും നമ്മോടൊപ്പം ഏതാനും അച്ഛന്മാര് അവരുടെ ദൈവവിളിയും ദൈവാനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാനായി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഇപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ജിബിനച്ഛനെയാണ്. അപ്പോൾ ജിബിനച്ഛൻ്റെ ദൈവാനുഭവവും ദൈവവിളി സ്വീകരിക്കാനുണ്ടായ ആ ഒരു സർക്കംസ്റ്റൻസസ് എല്ലാം നമുക്ക് ജിബിനച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛാ, ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ തുടക്കത്തിൽ തന്നെ അച്ഛനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞ്? വീട്ടിൽ പപ്പയുടെ പേര് ഫ്രാൻസിസ് എന്നാണ്, മമ്മി മേഴ്സി, പിന്നെ ഒരു അനിയത്തിയുണ്ട്, അനിയത്തി ജിസ്മി, പിന്നെ ആൻറ്റി ഉണ്ട്. ആൻറ്റി മാരീഡ് അല്ല, റോസമ്മ എന്നാണ് പേര്. ഞാൻ എൻ്റെ ഇടവക കോടിക്കുളമാണ്, സെൻറ്റ് ആൻസ് ചർച്ച് കോടിക്കുളം. CMI സഭാംഗമായ ഞാൻ കാർമൽ പ്രൊവിൻസ്, മൂവാറ്റുപുഴ പ്രൊവിൻസിലെ അംഗമാണ്. ഇപ്പോൾ ആയിരിക്കുന്നത് കാർമൽ നോവിഷ്യേറ്റ് ഹൗസ്, നമ്മുടെ സഭയുടെ ഫോർമേഷൻ ഹൗസാണ്. നമുക്കറിയാം, നോവിഷ്യേറ്റ് എന്ന് പറയുമ്പോൾ +1 +2 കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളാണ്. അപ്പോൾ 2 വർഷം നോവിഷ്യേറ്റിൽ പിള്ളേരുടെ ഒപ്പം, കുഞ്ഞുങ്ങളുടെ ഒപ്പം ആയിരിക്കുന്നു. അച്ഛൻ മാസ്റ്ററാണോ? അല്ലല്ല, മാസ്റ്റർ അല്ല. ഞാൻ അവിടുത്തെ ഒരു ടീം മെമ്പറാണ്. ഒപ്പം നമുക്കറിയാമല്ലോ, വൊക്കേഷൻ പ്രൊമോട്ടർ കൂടിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് കുഞ്ഞുങ്ങളുടെ വീട്ടുകളിലേക്കും അതുപോലെ തന്നെ ക്യാമ്പുകൾക്കൊക്കെ ആയിട്ട് പോകുന്നത് അവിടെ നിന്നാണ്. ഉറപ്പായിട്ടും ഒരു ഫോർമേഷൻ ഹൗസിലോട്ട് അച്ഛൻ പോസ്റ്റിംഗ് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒബ്വിയസ്ലി വരുന്നൊരു ചോദ്യമാണ് അച്ഛൻ്റെ ദൈവവിളിയുടെ ഒരു വഴിത്ത ആളുകളൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും അച്ഛനൊന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ചെറുപ്പം മുതലേ ദൈവവിളി അല്ലെങ്കിൽ അച്ഛനാവാൻ പോകണമെന്ന് വലിയൊരു താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പം മുതലേ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൊട്ട് അച്ഛനാവണമെന്നും ആഗ്രഹമുള്ളതുകൊണ്ട് ആദ്യം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം തോന്നിയത് പാട്ടുകുർബാന കേൾക്കുമ്പോഴാണ്. വലിയ അച്ഛന്മാരിങ്ങനെ നമ്മുടെ പെരുന്നാളിനൊക്കെ ഒന്ന് പാട്ടുകുർബാന പാടുമ്പോൾ അത് കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആദ്യത്തെ അതായിരുന്നു. പിന്നീട് അപ്പോൾ വീട്ടിലൊക്കെ വരുമ്പോൾ അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ മമ്മിയുടെ ഷാളൊക്കെ എടുത്തൊക്കെ ഒന്ന് പുതച്ച് കുർബാന അർപ്പിക്കുന്ന ഒരു കുഞ്ഞിതായിരുന്നപ്പോൾ ഒരു ശൈലി ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിലെ പിന്നെ പപ്പയും മമ്മിയും ഒത്തിരി സപ്പോർട്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു, കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ വിടുന്നു, മിക്കവാറും പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും ഒരു ഇൻട്രസ്റ്റോട് കൂടിയാണ്, അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടി തന്നെയാണ് എൻ്റെ ദൈവവിളിയും പതുക്കെ പുരോഗമിച്ചതും. അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു 8, 9, 10 ക്ലാസ്സുകളിലെത്തിയപ്പോൾ ഞാൻ മറ്റൊരു സഭയിലാണ് വൊക്കേഷൻ ക്യാമ്പിനായിട്ട് പോകുന്നത്. അത് ക്രിസ്മസിനും ഓണത്തിനും വലിയ വെക്കേഷനൊക്കെ പോകുമായിരുന്നു. അതിൽ 10th അവസാനം എത്തിയപ്പോഴാണ് അച്ഛൻ പറയുന്നത്, മോനെ നീ ഒരു കൊച്ചേ ഉള്ളൂ, അനിയത്തിയാണല്ലോ, +2 കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് വീട്ടിൽ വന്നു. പക്ഷേ ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിതായതുകൊണ്ട് തന്നെ കരച്ചിലായിരുന്നു. വീട്ടിൽ വന്ന് പപ്പയോടൊക്കെ സംസാരിച്ചപ്പോൾ പപ്പയ്ക്ക് എന്തോ പോലെ അവർക്ക് വിഷമമായി. കാരണം എന്നോട് നോ പറഞ്ഞിട്ടില്ല പപ്പയും ഒരിക്കൽ പോലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ് ഞാൻ CMI സഭയിലോട്ട് ചേരുന്നത്. ജൂൺ 7-ാം തീയതി ആദ്യമായിട്ട് സെമിനാരിയിൽ ചേരുന്നത് അങ്ങനെയാണ്. അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ അവർ ഒത്തിരിയേറെ സപ്പോർട്ട് നൽകിയത് കൊണ്ടാണ്. ഒരിക്കലും എന്നോട് നോ പറഞ്ഞിട്ടില്ല. പിന്നീട് നോവിഷ്യേറ്റ് അതിലേക്ക് ചേരാനായിട്ട് പോകുമ്പോൾ അവർക്കറിയാം 2 വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം കാണാനായിട്ട് പറ്റത്തില്ല. അന്നാണ് അവർ ആദ്യമായിട്ട് ചോദിക്കുന്നത്, നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഞങ്ങളെ നോക്കുക എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കും ടോട്ടലി ഒരു കൺഫ്യൂഷൻ വന്നു. പക്ഷേ എങ്കിൽ പോലും പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു ഉത്തരം ഇതായിരുന്നു, ദൈവം എല്ലാം നോക്കിക്കൊള്ളും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞൊരു ഉത്തരം തന്നെ. പിന്നെ സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വികാരി അച്ഛൻ, പോത്തനാമൊഴി അച്ഛൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മുൻപോട്ട് എടുത്തു വെച്ച കാലം ഒരിക്കലും പിൻപോട്ട് വെക്കാനായിട്ടിടയാകരുത്, പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അത്രയേറെ താല്പര്യത്തോടെയാണ് അച്ഛൻ്റെ മുമ്പിലും ഞാൻ പോയി നിന്നത് എന്ന് അച്ഛനറിയാം. അപ്പോൾ പഠിത്തത്തിൽ അത്ര ഇൻ്റലക്ച്വലൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും 10ൽ അത്യാവശ്യം മാർക്കോട് കൂടി ജൂൺ 7-ാം തീയതിയാണ് സെമിനാരിയിലോട്ട് ചേരുന്നത്. അതായത് നോവിഷ്യേറ്റിലേക്ക് കയറുമ്പോൾ അപ്പൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ദൈവം നോക്കിക്കോളൂ എന്നുള്ളതാണ്. അച്ഛാ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലറിയാം, അതായത് മിക്ക ന്യൂക്ലിയർ ഫാമിലീസ് ആണ്, 1, 2 മക്കളൊക്കെ ഉള്ള. അങ്ങനെയുള്ള ചെറുപ്പക്കാർ ചിലരെങ്കിലും ഈ ഒരു വൈദിക വൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്.
അപ്പോൾ അങ്ങനെ ഫാമിലിനെ പറ്റി ബോധോടായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരോട് ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് അച്ഛൻ എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനായിട്ട് എനിക്കിഷ്ടം. ദൈവം എപ്പോഴും നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ഒരു ജീവിതയാത്രയിൽ ഫോർമേഷൻ്റെ പീരീഡിലൊക്കെ ഒത്തിരിയേറെ സ്ട്രഗിളിങ് പേരൻസിനും ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ നേരത്തൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ കരസ്പർശം ഫാമിലിയോട് കൂടെ ഉണ്ടായിരുന്നു. വളർച്ചയല്ലാതെ തളർച്ച ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. എപ്പോഴും ദൈവം പരിപാലിച്ചിരുന്നു. അനിയത്തിയാണെങ്കിലും ഞാൻ ഒരു ഒറ്റമനാണെന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തിക്ക് അവളും പഠനത്തിൽ അല്പം സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അത്യാവശ്യം ജോലിയൊക്കെയായി അനിയത്തിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പനും അമ്മയും സന്തോഷവാന്മാരായിട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് വേറൊന്നുമല്ല. ഞാനിപ്പോൾ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകുമ്പോൾ അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, അപ്പോൾ ഒറ്റ മോനല്ലേ അച്ഛാ, അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഞങ്ങൾ നോക്കാനൊക്കെ ആരുണ്ട് എന്ന് ആ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലും ദൈവം കാത്തുവെച്ച ഒരു വലിയ അത്ഭുതം തന്നെയാണ് എൻ്റെ ദൈവവിളി. അത് മാതാപിതാക്കൾ തനിച്ചായിരുന്നിട്ടും ഇത്ര നാൾ വരെ ഒരു കുഴപ്പമില്ലാതെ ദൈവം അവരെ പരിപാലിക്കുന്നുണ്ട്. അത് തന്നെയായിരിക്കും എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. ദൈവം എല്ലാം നോക്കിക്കൊള്ളും. നോഷേറ്റിൽ വെച്ച് ഗുരുവച്ചൻ പറഞ്ഞതിന് ശേഷം ഞങ്ങളോട് ഒരു പ്രെയർ എഴുതുവാൻ ആവശ്യപ്പെട്ടായിരുന്നു നോഷേറ്റിൽ ചേർന്നതിന് ശേഷം. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് പ്രെയർ എഴുതിയത്. എങ്കിലും ഗുരുവച്ചൻ അത് തിരുത്തി തന്നു. അതിനുശേഷം അത് പേരൻസിന് അയച്ചു കൊടുക്കുകയുണ്ടായി. ഇപ്പോഴും ആ പ്രെയർ കാർഡ് വെച്ചുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈവൻ പട്ടം കിട്ടിയതിന് ശേഷവും വളരെ അവരിപ്പോൾ അത് കാണാപ്പാടം പഠിച്ചു. അപ്പോൾ അനിയത്തിയൊക്കെ വളരെ ലാഘവത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഭക്തിയോടെ ഇപ്പോഴും ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയൊക്കെ അവരുടെ പ്രാർത്ഥനയായിരിക്കുമല്ലോ ഞങ്ങളെ ഈ ദൈവവിളിയിൽ ഉറച്ചു നിർത്തുന്നത്. അപ്പോൾ മാതാപിതാക്കൾ പപ്പയും മമ്മിയും ഒക്കെ പലപ്പോഴും രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് 3 മണിക്ക് ചൊല്ലിയ കരുണക്കൊന്തയൊക്കെ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച കരുണക്കൊന്തയൊക്കെയാണ് ഞങ്ങളെ ഇപ്പോഴും ഈ ദൈവവിളിയിലും ഈ പൗരോഹിത്യ ജീവിതത്തിലും ഞങ്ങളെ നയിക്കുന്നത്. വിശുദ്ധ ചാവറയച്ചൻ്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതം നടത്തുമെന്നാണല്ലോ ചാവറയച്ചൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടും എന്നുള്ള തീർച്ചയാണ്. ദൈവം എപ്പോഴും സന്തത സഹചാരിയായിട്ട് കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായും ഇത് ഒരുപാട് ഫാമിലീസിന് അച്ഛൻ്റെ ഈ വാക്കുകൾ അവർക്കൊരു സന്തോഷമാകട്ടെ. ഒരുപാട് നന്ദിയുണ്ട് അച്ഛാ പറഞ്ഞല്ലോ. താങ്ക് യു. വിചാരിക്കട്ടെ 5 പേരെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ തന്നെ വലിയ സന്തോഷം. അപ്പോൾ അച്ഛനെ തന്നെ പരിചയപ്പെടുത്തി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താവോ അച്ഛൻ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ഫാദർ സിജോ കുന്നതറ. ഞാൻ CMI സഭയിലെ അംഗമാണ്. ഇത് എൻ്റെ അച്ചാച്ചൻ സിബിച്ചൻ, ഇത് അമ്മച്ചി വത്സമ്മ, ഇത് എൻ്റെ നേരെയുള്ള അനിയൻ സിനോജ്, ഇത് ഏറ്റവും ഉള്ള അനിയൻ സിൻഡോ. ഞങ്ങൾ 5 പേര് ചേർന്നാണ് ഞങ്ങളുടെ കുടുംബം. ഇപ്പോൾ ഇവർ 4 പേരുമാണ് വീട്ടിലുള്ളത്. ഞാനിപ്പോൾ ചെത്തിപ്പുഴ പള്ളിയിൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. നാടൊക്കെ എവിടെയാ? എൻ്റെ നാട് കൈനഗിരി, ചാവറയച്ചൻ്റെ ദേശം തന്നെയാണ്. പക്ഷേ ചാവറയച്ചൻ്റെ കരയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ വണ്ടിയൊക്കെ വരുന്ന കരയിലാണ്. 600 പാടമാണ് എൻ്റെ ഇടവക. ആ പള്ളിയോട് ചേർന്ന് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ അച്ഛാ വിശുദ്ധ ചാവറ പിതാവിൻ്റെ നാട്ടിലാണല്ലോ അച്ഛൻ്റെയും വീട്. സ്വാഭാവികമായിട്ടും ചാവറ പിതാവിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിരുന്നോ ഈ ഒരു ദൈവവിളി തിരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ ഈ ഒരു CMI സഭയിൽ ചേരാനൊക്കെ ആയിട്ട്? തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കുമ്പം എനിക്കിപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. ചാവറയച്ചൻ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം കൈനഗിരിയിൽ തന്നെയാണ്. കൈനഗിരിയിൽ സെൻറ്റ് എലിയാസ് സൺഡേ സ്കൂളിലാണ് ഞങ്ങളുടെ വിശ്വാസ പരിശീലനം നടത്തിയത്. അപ്പോൾ വേദപാഠം അവിടെയാണ് നടന്നത്. അപ്പോൾ തന്നെ അവിടെ CMI വൈദികരാണ് കൂടുതലും. അപ്പം അവരുമായിട്ടുള്ള അടുപ്പം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കര അറിയപ്പെടുന്നത് വത്തിക്കാൻ എന്നാണ്. 300-ലധികം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ തന്നെ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ ദ്വീപ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവിടെ അറിയപ്പെടുന്നത് വത്തിക്കാൻ എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ കരക്കാരാണ് കൈനഗരിയിലേക്ക്, കൈനഗരി പള്ളിയിലും അതുപോലെ തന്നെ കോവേന്ത പള്ളിയിലും പോവുക. അച്ചാച്ചൻ ഇതുവരെയും നമ്മുടെ കോവേന്ത പള്ളിയിൽ വന്നിട്ടില്ല. അച്ചാച്ചൻ എപ്പോഴും എത്ര സമയം കിട്ടിയാലും അച്ചാച്ചൻ ഇവിടുന്ന് നടന്ന് വലിയ പള്ളിയിൽ മാത്രമേ അച്ചാച്ചൻ പോകാറുള്ളൂ. എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിനും ഇവരുടെ ആദ്യ കുർബാന സ്വീകരണത്തിനും പിന്നെ എൻ്റെ പുത്തൻ കുർബാനയ്ക്കും
അങ്ങനെ വളരെ വിരളമായിട്ട് മാത്രമേ അച്ചാച്ചി കൊവേന്തപ്പള്ളിയിൽ വന്നിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾ പഠിച്ചത് മുഴുവനും കൊവേന്തപ്പള്ളിയിലാണ്, സെൻറ്റ് ഏലിയാസ് സൺഡേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ CMI കൊവേന്ത ആയതുകൊണ്ട് അവിടെയുള്ള അച്ഛന്മാരുമായിട്ട് നല്ല പരിചയമാണ്. ഇപ്പം ഞാൻ ഏകദേശം 6ലും 7ലും ഒക്കെ പഠിക്കുന്ന ആ ഒരു പ്രായം തൊട്ടാണ് കൂടുതൽ നമ്മുടെ ഓർമ്മകൾ നിൽക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ അക്കാലത്ത് രാജേഷ് കവലക്കലച്ചൻ, അദ്ദേഹം പിന്നീട് തിയോളജി കാലത്ത് എൻ്റെ മാസ്റ്ററും കൂടെ ആയിരുന്നു. അപ്പോൾ രാജേഷ് കവലക്കലച്ചൻ, അതുപോലെ തന്നെ ജോസഫ് കുറുപ്പശ്ശേരി അച്ഛൻ, ആൻ്റണി ബംഗ്ലാവുറമ്പിൽ അച്ഛൻ, നമ്മുടെ സേവ്യർ അച്ഛൻ, ഇങ്ങനെയുള്ള ഒരുപാട് ചെറുപ്പക്കാരച്ഛന്മാർ ആ സമയത്ത് അവിടെ അസിസ്റ്റൻ്റായിട്ട് വന്നു. അത് ഇടവകയല്ല, എന്നാൽ തന്നെയും അവിടെ ഒരു ഇടവക പോലെ തന്നെ ഫങ്ഷനിങ് ആയിരുന്നു. 2 കുർബാനകൾ എല്ലാ ഞായറാഴ്ചയും, അങ്ങനെ വേദപാഠ കുർബാന പ്രത്യേകിച്ച് 9:30. അപ്പോൾ ആ കുർബാനകളിലെല്ലാം ഞങ്ങൾ സജീവമായിട്ട് ശുശ്രൂഷികളാകുമായിരുന്നു. അപ്പം അവിടെ ഒരു നല്ലൊരു ബെൽറ്റ് തന്നെ ഉണ്ടായിരുന്നു കുട്ടികളുടെ. വൈകുന്നേരമാണെങ്കിലും എത്ര പരീക്ഷയാണെങ്കിലും സെൻറ്റ് മേരീസ് സ്കൂളിൽ ഞങ്ങൾ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് തിരികെ കൊവേന്തപ്പള്ളി വരെ വന്ന് അവിടെ രാജേഷച്ചൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഫുട്ബോളൊക്കെ കളിച്ച് അതിനുശേഷം ആറ്റിൽ കുളിച്ച് കടത്ത് കയറി തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അച്ഛന്മാരെ പോലെ ഇങ്ങനെ ആകണം എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്നിരുന്നു. പക്ഷേ ഞാനത് ഇങ്ങനെ ഇവരോട് എപ്പോഴൊന്നും തുറന്ന് പറയാറൊന്നുമില്ലായിരുന്നു, അച്ഛനാകണം അല്ലെങ്കിൽ സെമിനാരിൽ പോകണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഇരിക്കെ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം എല്ലാം കഴിയാറായപ്പം എൻ്റെ ഉള്ളിൽ സെമിനാരിൽ പോകണം. ഞാനത് അന്നത്തെ സുപ്പീരിയർ ആയിരുന്ന ജോസഫ് വട്ടപ്പറമ്പിൽ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്ക് സെമിനാരി ചേരാനായിട്ട് ഇങ്ങനെ ആഗ്രഹമുണ്ട്. വട്ടപ്പറമ്പിൽ അച്ഛൻ അപ്പം തന്നെ അവിടുത്തെ കൊച്ചച്ഛനായിട്ടുള്ള കുറുപ്പശ്ശേരി അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. നിലവിലുള്ള വൊക്കേഷൻ ക്യാമ്പ് മാന്നാനത്തത് കഴിഞ്ഞു. അന്ന് ജോഷി പ്ലാമൂട്ടിൽ അച്ഛനാണ് 2007 കാലഘട്ടത്തിൽ CMI തിരുവനന്തപുരം പ്രൊവിൻസിൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ. അപ്പോൾ അച്ഛനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, വൊക്കേഷൻ ക്യാമ്പ് കഴിഞ്ഞു, ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമായിട്ട് നമുക്ക് മാന്നാനത്ത് ഒരു 3 ദിവസം സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പ് പോലെ നമുക്ക് ട്രെയിനിങ് തരാം എന്ന് പറഞ്ഞു. പക്ഷെ എന്നപ്പോൾ ഞാൻ ഓർത്തു, നിങ്ങൾക്ക് 2 പേർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ, അതാരാണെന്നുള്ള ഒരു ആകാംക്ഷയായി. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾ ചാവറയച്ചൻ്റെ തന്നെ ഒരു അകന്ന ബന്ധു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അടുത്ത ബന്ധുവായിരിക്കാം. ചാവറക്കുടിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ ജോസഫ് കുറുപ്പശ്ശേരി വെച്ച് ഞങ്ങളെ 2നെയും വെച്ചുകൊണ്ട് ട്രിപ്പിൾ, ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റത്തില്ല, കൈനഗരിയിൽ നിന്ന് മാന്നാനം വരെ ഞങ്ങളെ 2 പേരെയും വെച്ചുകൊണ്ട് ഞങ്ങൾ 3 പേര് ഒന്നിച്ച് ഒരു ബൈക്കിൽ ട്രിപ്പിൾ വെച്ച് ഇവിടെ എത്തി ജോഷിയച്ചൻ്റെ കയ്യിൽ ഞങ്ങളെ കൊടുത്തിട്ട് തിരിച്ച് കുറുപ്പശ്ശേരി അച്ഛൻ തിരിച്ച് യാത്രയായി. ഞങ്ങൾ 3 ദിവസം ഇവിടുത്തെ ക്യാമ്പും കാര്യങ്ങളും എല്ലാം കൂടി. ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് സെമിനാറിലേക്ക് ചേരാം എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ അതിന് ഒഫീഷ്യലായിട്ട് നമുക്കൊരു അറിയിപ്പും ഒന്നും തന്നില്ല. കൂടെ പഠിച്ച് ബാക്കിയുള്ള എല്ലാവരും +1 അഡ്മിഷൻ എടുത്ത സമയത്ത് അച്ചാച്ചി സ്കൂളിൽ പ്യൂണാണ്. അപ്പോൾ അച്ചാച്ചിക്ക് ഒരു ടെൻഷൻ, ഇനി +1 സമയമൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അന്നേരം അവിടെ പോയിട്ട് മാനേജ്മെൻറ്റ് കോട്ടയുടെ ഫോമും എല്ലാം വാങ്ങിച്ച് ഇപ്പം തന്നെ ഫില്ല് ചെയ്യട്ടെ, അവിടുത്തെ സാർമാരെ എനിക്കറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്ന് എനിക്കും ഒരു ചെറിയൊരു ടെൻഷൻ തരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ജോഷിച്ചൻ തീർച്ചയായിട്ടും വരും. കുറേ നാളിങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം ജോഷിച്ചൻ ഇങ്ങനെ കയറി വന്നു വൈകിട്ട്. അപ്പം സെമിനാറിലേക്ക് ചേരാനുള്ള ഒരു അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റും എല്ലാമായിട്ട് വൈകുന്നേരം കയറി വന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു ആശ്വാസവും തോന്നി. അങ്ങനെ ഞങ്ങൾ 2007 ജൂൺ 7-ാം തീയതി ഞാൻ സെമിനാരിലേക്ക് ചെത്തിപ്പുഴ മൈനർ സെമിനാരിൽ ജോയിൻ ചെയ്തു. പിന്നീട് ഫോർമേഷൻ്റെ നല്ല കാലഘട്ടങ്ങൾ, ഏകദേശം 14.5 വർഷക്കാലമാണ് CMI കോൺഗ്രിഗേഷനിൽ. അങ്ങനെ 14.5 വർഷക്കാലം പിന്നിട്ട് ഈ കഴിഞ്ഞ 2021 ഡിസംബർ 27-ാം തീയതി ഞാൻ പട്ടം സ്വീകരിച്ചു. 28-ാം തീയതി ആ സെൻറ്റ് ഏലിയാസ് സൺഡേ സ്കൂള് ആ പള്ളിയിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ഞാൻ ചെത്തിപ്പുഴയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഞാൻ സേവനം ചെയ്യും. പട്ടം കിട്ടിയ അതേ പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഒരുപാട് പേരുടെ ഇൻ്റർവെൻഷൻ തമ്പുരാൻ കറക്റ്റ് സമയത്ത്, അതായത് തുടക്കത്തിൽ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരായിട്ടുണ്ടായിരുന്നവർ ഉടുപ്പിട്ട് കണ്ടപ്പോൾ ഒരു കൊതി, അങ്ങനെ വന്ന് കറക്റ്റ് സമയത്തുള്ള തമ്പുരാൻ്റെ ഓരോ കൃത്യമായ ഇടപെടലുകൾ. അമ്മച്ചീനെ ഒക്കെ കണ്ടാണല്ലോ ഉറപ്പായിട്ടും മക്കള് വളരുന്നത്. അതായത് ആൺമക്കൾക്ക് തീർച്ചയായിട്ടും അമ്മയോടാണ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അമ്മച്ചിക്ക് ഉറപ്പായിട്ടും ഈ ദൈവവിളിയിൽ നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ അമ്മച്ചി ചെറുപ്പത്തിൽ ഇങ്ങനെ, അതായത് അച്ഛൻ്റെ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ടോ മോൻ ഇങ്ങനെ പോകുന്ന എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, അച്ഛനാവാൻ പോകുന്നുള്ള ഒരു താല്പര്യവും എനിക്കില്ലായിരുന്നു. വേദപാഠത്തിന് കൊണ്ട് 1-ാം ക്ലാസ്സിൽ ചേർത്ത്, 7-ാം ക്ലാസ് കഴിഞ്ഞ് അച്ഛന്മാരുടെ കൂടെ ശുശ്രൂഷയ്ക്ക് കയറി, 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതുപോലെ തന്നെ സ്കൂളിലും 10-ാം ക്ലാസ് കഴിഞ്ഞ് +2 ചേർക്കാനായിട്ട് അച്ചാച്ചൻ പറഞ്ഞു, മോനെ സ്കൂളിൽ കൊണ്ട് ചേർക്കണ്ടേ, ചേച്ചി അവിടെ നിൽക്കേ, ഈ മാസം 15-ാം തീയതി കഴിയട്ടെ. അതിനെ മോനെ 15-ാം തീയതി കഴിയുമ്പോഴത്തേക്ക്
അതിനുള്ള ആളുകളൊക്കെ ഇവിടെ വരും, അന്നേരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് ചോദിച്ചടി ആരാ നിന്നോട് വല്ലതും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. പിന്നെ ആരാ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ 15-ാം തീയതി കഴിഞ്ഞപ്പോൾ 2 അച്ഛന്മാർ വീട്ടിൽ കയറി വന്നു. സിജോയുടെ വീട് ഇതാണോ? അതെ. സിജോയെ പിന്നെ അച്ഛനാകാൻ വിടുന്നതിന് നിങ്ങൾക്ക് അച്ചാച്ചനും അമ്മച്ചിക്കും താല്പര്യം വല്ലതും ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു താല്പര്യക്കുറവും ഇല്ല, സിജോയുടെ ഇഷ്ടം പോലെ എല്ലാം നിറവേറട്ടെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണോ പറയുന്നത്? ഞങ്ങൾ പറഞ്ഞു അതെ അങ്ങനെ തന്നെ പറയുന്നു. ചാച്ചി എന്നാ പറയുന്നു? ചാച്ചിയും പറഞ്ഞു അങ്ങനെ തന്നെ അച്ഛാ, ഞങ്ങൾക്കൊരു താല്പര്യക്കുറവില്ല, അവൻ്റെ ഇഷ്ടം പോലെ എല്ലാം നടക്കട്ടെ, എന്നാൽ നമുക്ക് പിന്നെ സിജോയെ വിടാം ശരിയെന്ന് പറഞ്ഞു. വലിയൊരു നീണ്ടൊരു ലിസ്റ്റൊക്കെ ഇങ്ങോട്ട് എഴുതി തന്നു. അതിന് ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പിറ്റേ 15-ാം തീയതി പിറ്റേ മാസം 15-ാം തീയതി ഞങ്ങൾ 7 ഞങ്ങൾ 5-6 പേര് കൊണ്ടാക്കി. ഇപ്പം കൊണ്ടാക്കാൻ പോകുമ്പം ഈ പുള്ളിക്ക് പിന്നെ 13 വയസ്സേ ഉള്ളൂ, രണ്ടാമത്തവന്. പിന്നെ ചേട്ടായി അച്ഛനാകാൻ പോകുക അല്ലേ, അമ്മ വിടുവാണോ? നമ്മുടെ മോനെ അമ്മച്ചി വിടുവല്ല, ചേട്ടൻ്റെ താല്പര്യം അതങ്ങനെ. അപ്പോൾ മറ്റേ പുള്ളി കുഞ്ഞ് 5 വയസ്സ് 6 വയസ്സെങ്ങാണ്ടുള്ളൂ, 2-ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ നിൽക്കത്തില്ല, ഞാൻ വരത്തില്ല അച്ഛൻ്റെ ചേട്ടായിയെ കൊണ്ടാക്കാൻ. ഈ പുള്ളി ഒരു ചൂണ്ട എടുത്തുകൊണ്ട് അങ്ങ് ചൂണ്ടയിടാൻ അങ്ങ് പോയി. അനിയച്ചാർ ഞങ്ങൾ 6-7 പേര് കൊണ്ടുവന്ന് വണ്ടിക്ക് കൊണ്ടുവന്ന് പുള്ളിയെ കൊണ്ടുവന്ന് ആക്കി. തിരിച്ചു വന്നപ്പം പറഞ്ഞു ചേട്ടായി വിട്ടല്ലോ, സമാധാനമായല്ലോ. നമ്മുടെ മോനെ ചേട്ടായിനെ അമ്മച്ചി അച്ചാച്ചിയും വിട്ടതല്ലോ, ചേട്ടായിയുടെ ഇഷ്ടം അതായിരുന്നു. അതിന് പോയി അവിടെ നിന്ന് പഠിച്ചു. ഒരു 2 മാസം അങ്ങാണ്ട് കഴിഞ്ഞപ്പം തിരിച്ച് വീട്ടിലോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടായി നീ ചേട്ടായി പോകണ്ട ചേട്ടായി, കൊച്ചനിയും പറയുമോ ചേട്ടായി പോകണ്ട ചേട്ടായി, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ മോനെ ചേട്ടായി പോയതല്ലേ, അമ്മയല്ലേലും അങ്ങനെ ചേട്ടായിനെ അങ്ങനെ വിടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴും പറയും അമ്മ ഒറ്റ വരുത്തിയോ ചേട്ടായിനെ വിട്ടോ ചേട്ടായിനെ വിട്ടെന്ന്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഞങ്ങൾക്ക് തമ്പുരാൻ്റെ കുറവുണ്ട് നല്ലൊരു വൈദ്യനായതിന് ഞങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഉടുപ്പിടിച്ചുള്ള സമയത്ത് ഞങ്ങൾ പോയി, അന്ന് 15 പേരെ പോയെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ലേ? അത്രയും പേര് അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നോട് അച്ചാച്ചൻ പറഞ്ഞു എടി ഉടുപ്പിടുന്ന സമയത്തിന് ഇവർക്ക് 1/2 മണിക്കൂർ കമന്ന് കിടന്നുള്ള പ്രാർത്ഥനയുണ്ട്, ആ സമയത്ത് നീ കരയില്ലെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഞാൻ കരയത്തില്ല, നിങ്ങൾ കരയായിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇവർ കമന്ന് കിടന്ന് പ്രാർത്ഥന തീരുന്നതിനൊരു 10 മിനിറ്റ് മുന്നേ ഈ പുള്ളി പുറകിലൊരു സ്വരം കേൾക്കാം, പൊട്ടി കരയുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പുള്ളിയെ അത് കണ്ടുകൊണ്ട് ഞാനും പെട്ടെന്ന് അങ്ങ് കരഞ്ഞു പോകും. അതുപോലെ തന്നെ പുറകിൽ നിന്ന് അമ്മ അച്ചാച്ചന്മാരും അവരും എല്ലാം അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി പുള്ളിയുടെ കരച്ചിൽ കേട്ടോണ്ട്. അങ്ങനെ എല്ലാവർക്കും സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് വലിയ സങ്കടങ്ങളൊന്നുമില്ല. തമ്പുരാൻ്റെ പദ്ധതി തിരഞ്ഞെടുത്ത് അല്ല കുഞ്ഞ് തന്നെ തിരഞ്ഞെടുത്ത്. ഇപ്പം ഞങ്ങൾ പറയും മോൻ തന്നെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് ഞങ്ങൾക്കത് കാണണം എന്നുള്ള ഞങ്ങൾ പറയുന്നുണ്ട് എപ്പോഴും. അനിയൻ സിനോജ് അല്ലേ, ചൂണ്ടയിടാൻ പോയ ആള് അല്ലേ? അമ്മച്ചി പറഞ്ഞതെന്ന് ഒരു കാര്യം മനസ്സിലായി, അമ്മച്ചിക്ക് വിഷമം ഉണ്ടായിരുന്നു ആ കാലങ്ങളിൽ, അപ്പച്ചനും അതിലേറെ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അനിയനോട് ഒരു കാര്യം എന്ന് വെച്ചാൽ അനിയനും ആ സമയത്ത് അച്ഛൻ പോകുന്നതിനെ പറ്റി വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ അച്ഛനായി കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞാൽ അന്ന് ചേട്ടൻ സെമിനാറിട്ട് പോകുന്ന സമയത്ത് അത് കാണാൻ ഒരു വിഷമമായിരുന്നു. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചൂണ്ടയായിട്ട് ആറ്റിൻ്റെ സൈഡിൽ പോയി ഇരുന്നത്. പിന്നെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ഒരു ക്രിസ്മസോ ഈസ്റ്ററോ ഞങ്ങൾ എന്ത് ഫംഗ്ഷൻ വരുവാണേലും ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേ രീതിയിലുള്ള ഡ്രസ്സ് എടുത്തു തരുന്നത്. ഇപ്പം ഞങ്ങൾ 2 പേരും ഒരേ റൂമിലാണ് കിടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ചേട്ടന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തിരുവസ്ത്രത്തിൽ കാണാൻ പറ്റിയത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഇപ്പം ഞാൻ കണക്കാക്കും. സ്വന്തം ചേട്ടൻ ഇന്ന് ഈശോയിലെ കയ്യിലെടുക്കുന്ന ഒരാളാണ്. അതായത് മാതാവിനും യോസേപ്പിതാവിനും കിട്ടിയ പോലത്തെ ഒരു ഭാഗ്യം കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടേതായ ഒരുപാട് പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചേട്ടനായിട്ട് അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു ഇതാണോ? അതെ, തീർച്ചയായും. എനിക്കുണ്ടാകുന്ന ഓരോ വിഷമവും ബുദ്ധിമുട്ടുകളും ഞാൻ ചേട്ടനോട് പറയാറുണ്ട്. ചേട്ടനോട് ഷെയർ ചെയ്ത് ചേട്ടൻ അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മൊത്തം പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛൻ്റെ കുടുംബം കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ വളരെ ഇൻറ്റിമേറ്റ് ആയിരുന്നു. നിങ്ങളുടെ ആ സ്നേഹം തന്നെ ഞങ്ങൾക്ക് അടുത്തറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ ഒരു അച്ഛനായി ഇപ്പോൾ അസിസ്റ്റൻറ്റ് വികാരമായിട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം തന്ന ഈ ഒരു അമൂല്യ ദാനത്തെ പറ്റി അല്ലെങ്കിൽ എന്താണ് അച്ഛന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ CMI സഭയിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു അച്ഛനാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ അതിനുശേഷം ദൈവം എന്നെ CMI സഭയിലെ ഒരു വൈദ്യനാക്കിയതിൽ ഞാൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുക. കാരണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സമൂഹ ജീവിതം, സന്യാസ സമൂഹ ജീവിതം, അത് തന്നെയാണ്
എനിക്ക് ഏറ്റവും വലിയ കരുത്ത് നൽകിയത്. ഇപ്പം ഞാനൊരു വൊക്കേഷൻ പ്രൊമോട്ടറും കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളുകളിലെല്ലാം കയറി നടന്ന് ദൈവവിളിയുള്ള അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തോട് താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ CMI സഭയെ പറ്റി അവരോട് പറഞ്ഞു കൊടുക്കുക, അച്ഛനാകുന്നത് നല്ലത് തന്നെ, പക്ഷേ എങ്കിലും ഒരു സന്യാസ വൈദികനാവുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് CMI സഭ പോലുള്ള ഒരു സഭയിൽ വൈദികനാകുക എന്ന് പറയുമ്പോൾ ഇവർ നൽകുന്ന ആ ഒരു സമൂഹ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ്, അത് എപ്പോഴും നമുക്ക് എടുത്തു പറയത്തക്ക വിധം വലിയൊരു കരുത്താണ്. ഈ വീട്ടുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പോകുന്നു ഇപ്പോൾ ഏകദേശം 17-18 വർഷങ്ങൾ പിന്നിട്ട്. അപ്പം അച്ചാച്ചനും അമ്മച്ചിയും അനിയന്മാരും ഇവർ പറഞ്ഞു, ഏറ്റവും ഇളയ അനിയൻ്റെ ഓർമ്മ പോലും ഇല്ലാതിരുന്ന ആ സമയത്താണ്. 2ാമത്തെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സെമിനാറിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ വലിയ അറ്റാച്ച്മെൻറ്റ് ഇല്ല, ചേട്ടൻ അനിയൻ ബന്ധം അങ്ങനെയില്ല. കാരണം ക്രിസ്മസ് അവധിക്ക് വരുന്നു, അല്ലെങ്കിൽ ഓണാവധിക്ക് വരുന്നു, വലിയ അവധിക്ക് വരുന്നു, ആ ഒരു 10 ദിവസം പിന്നീടുള്ള ഒരു 30 ദിവസം, ആകെ പറഞ്ഞാൽ ഒരു 50 ദിവസം ഒരു വർഷത്തിൽ ഞാൻ ഇവർക്ക് 2 പേർക്കും പിന്നീട് അവൈലബിൾ ആകും. ഇവന് പിന്നെയും കുറേ കൂടെ പരിചയമുണ്ട്. അങ്ങനെ അതിൻ്റെ പേരിലാണ് അവർ പറയുക. അപ്പോൾ ഫോൺ വിളിക്കാൻ നേരം ഞാൻ ഇടയ്ക്ക് ഏറ്റവും ഇളയവനോട്, പ്രത്യേകിച്ച് കൂടുതൽ എനിക്ക് വലിയ എന്താ പറയുക അനിയനാണ് എങ്കിൽ പോലും ഒരു വലിയ ഇൻറ്റിമസി എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അവനോട് കൂടുതൽ ഉപദേശരൂപേണ ഓരോ കാര്യങ്ങളും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം തന്നെ അവൻ എന്താ പറയുക ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തിയാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് പറയും, ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമുക്ക് പുറത്തോട്ടൊക്കെ വരണം, എല്ലാവരോടും മിങ്കിൾ ചെയ്യണം. അന്നേരം അത് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആളിപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ അതേ പ്രകൃതമാണ് അവനും കിട്ടിയത്. അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ ഇതുപോലെ തന്നെ അമ്മച്ചി അച്ചാച്ചൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് എപ്പോഴും ഉണ്ട്. അത് നിങ്ങൾക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. എന്താ പറയുക, എനിക്ക് കുടുംബം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സ് വല്ലാണ്ട് നിറഞ്ഞ ഒരു അഭിമുഖമായിരുന്നു ഇത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, മൊത്തത്തിലൊരു ഫാമിലിയുടെ ഒരു ഇതിൽ പറയുമ്പോൾ എന്നെ ഭയങ്കര ടച്ച് ചെയ്ത ഒരു സംഗതിയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ താങ്ക്സ് ലോട്ട് അച്ഛൻ. താങ്ക് യു. അച്ഛാ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ പരിചയപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ ഫാദർ ലൂക്ക ചാവറ CMI. ഞാൻ വിശുദ്ധ ചാവറ പിതാവിൻ്റെ അതേ കുടുംബത്തിൽ തന്നെ പെട്ട വ്യക്തിയാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കുടുംബം ചങ്ങനാശ്ശേരിയിലേക്ക് മാറി താമസിച്ചു. അച്ചാച്ചൻ്റെ പേര് അന്തോനിച്ചൻ, അമ്മ മറിയമ്മ. പിന്നെ എനിക്ക് 2 അനിയത്തിമാർ, സാജി, ലിജി, ഇളയ അനിയൻ ജോബി. ഇപ്പോഴും ഞാൻ മാന്നാനത്ത് ആയിരുന്നു ഞാൻ 23 വർഷം സേവനം ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പം 3 കൊല്ലമായിട്ട് പുളുങ്ങുന്ന് സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു. അപ്പോൾ 25 ജൂബിലി ആവുന്നു, ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. തോമസ് തറയിൽ പിതാവ് ഒക്കെ ചേർന്ന് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പട്ടം കിട്ടിയത്. അപ്പം ജൂബിലി ആരംഭത്തിന് ദിവസം കത്തീഡ്രൽ പള്ളിയിൽ ഒരു കുർബാനയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വക തുടക്കം തന്നെ ജൂബിലിയുടെ ഒത്തിരി സന്തോഷം. താങ്ക് യു. അച്ഛാ, തീർച്ചയായും അച്ഛൻ ചാവറ അച്ഛൻ്റെ ആ ഒരു കുടുംബത്തിലാണ്, ആ നാട്ടിൽ നിന്നാണ് അച്ഛൻ്റെ വീടും എല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാവറ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവും. എന്നിരുന്നാലും അച്ഛൻ്റെ ആ ഒരു ദൈവവിളി അനുഭവം, ആ ഒരു ഉണ്ടായ ആ ഒരു കാലഘട്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ചാച്ചനമ്മച്ചിയുടെ കല്യാണം 1964 3 വർഷമായിട്ട് മക്കളില്ലാതെ കുറേയൊക്കെ പരിഹാസമൊക്കെ കിട്ടി. അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അമ്മച്ചി എന്നോട് പിന്നീട് പറഞ്ഞത്, ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയോട്, ഒരു കുഞ്ഞിനെയെങ്കിലും ദൈവമേ എനിക്ക് തരണേ. ഇനി ആ കുഞ്ഞ് വളർന്ന് പക്വതയൊക്കെ ആവുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം സിസ്റ്റർ ആകാനോ അച്ഛനാകാനോ ഒക്കെ താല്പര്യം കാണിക്കുവാണെങ്കിൽ എനിക്ക് ഒന്നേ ഉള്ളല്ലോ എന്നോർത്ത് ഞാൻ ഒരിക്കലും അതിന് തടസ്സം നിൽക്കത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഏതായാലും അങ്ങനെ ഞാനുണ്ടായി. പിന്നീട് അനിയത്തിമാരും അനിയനും ഞങ്ങൾ 4 പേർ ഉണ്ടായത്. പിന്നീട് പക്ഷേ ഞാൻ വളർന്നു വന്ന സമയത്തൊന്നും അമ്മച്ചി എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും എന്നോട് പോകണം നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ തന്നെ കളിച്ചും ചിരിച്ചും, ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി ഉഴപ്പും, എന്ന് വെച്ചാൽ കളിയുടെ ഒരു മേഖല ഇച്ചിരി ഇഷ്ടമായിരുന്നതുകൊണ്ട് അങ്ങനെയാണ് വളർന്നു വന്നത്. പക്ഷേ എങ്കിലും പ്രാർത്ഥനയോടൊരു താല്പര്യം, ഓൾട്ടർ ബോയ് ആയിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈശോയുടെ രൂപത്തെ നോക്കിയിരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നോക്കിയൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലൊരു പശ്ചാത്താപം, ഞാൻ ഒത്തിരി പാവമൊക്കെ ചെയ്ത് ഈശോയെ വേദനിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പം പള്ളിയിലൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു ചിന്ത ഇങ്ങനെ ചാക്കൊടുത്ത് ചാരം പൂശി പ്രാശ്ചിത്തം ചെയ്യുന്ന കാര്യമൊക്കെയാണ്. അപ്പം ഞാനൊരു വീട്ടിൽ ആരും ഇല്ലായിരുന്ന സമയത്ത്
ചാക്കൊക്കെ എടുത്തൊന്ന് ഉടുത്ത് അടുക്കളയിൽ നിന്ന് ഇച്ചിരി ചാരമൊക്കെ ദേഹത്തൊക്കെ പൂശി വീടിന് ചുറ്റുമൊക്കെ ഒന്ന് ഓടി നടന്ന് നിലത്ത് കിടന്ന് ഉരുളൊക്കെ ഒന്ന് ചെയ്ത് അങ്ങനെ എൻ്റെ ഒരു ഓർമ്മ കിടപ്പുണ്ട്. പിന്നീട് അങ്ങനെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴും ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അച്ഛനാകാൻ പോകുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയോടും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ CMA അച്ഛന്മാരെ വന്നു കുർബാനയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സക്രിയാസ് പ്രാക്കുഴി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ആ ഇടയ്ക്ക് കുർബാനയ്ക്ക് വന്നത്. അപ്പോൾ അന്ന് പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഞായറാഴ്ച വിളിച്ച് പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി മാന്നാനത്ത് വെച്ചൊരു ദൈവവിളി ക്യാമ്പ് നടക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കാനേ പോയില്ല, കേട്ടു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുർബാനയുടെ അവസാനം, കുർബാന കഴിഞ്ഞ് അച്ഛൻ സങ്കീർത്തനത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒന്നും കൂടെ പറഞ്ഞു, ദൈവവിളി ആഗ്രഹം ഇല്ലെങ്കിലും ഇപ്പോൾ അവധിക്കാലമല്ലേ, പോയാൽ പ്രയോജനമൊക്കെ കിട്ടും, അല്ലാത്തവർക്കും വേണം ക്യാമ്പിന് പോകാമെന്ന് പറഞ്ഞ് ചെങ്ങ് കയറിപ്പോയി. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അന്ന് പതിവില്ലാതെ അമ്മയുടെ അമ്മ വല്യമ്മച്ചിയും പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു കുർബാനയ്ക്ക്. അപ്പോൾ അമ്മച്ചി ഇത് കേട്ടായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അമ്മച്ചി പറഞ്ഞു, എടാ ക്യാമ്പിന് പോകും. ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല, കാരണം ഞാൻ അച്ഛനാകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം വല്യമ്മച്ചി പറഞ്ഞു, എടാ അച്ഛനാകാൻ ആഗ്രഹിക്കില്ലാത്തവർക്കും പോകാമല്ലോ, ഒരു പ്രയോജനം കിട്ടുന്നതല്ലേ, നീ ഇങ്ങനെ കളിച്ച് നടക്കണ്ട, ഞാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് തീർത്ത് പറഞ്ഞു. പക്ഷേ അമ്മ ഇങ്ങനെ വല്യമ്മച്ചി വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞ്, മോനെ എടാ അമ്മ നിന്നെ കാണും വഴക്ക് പറയും, നീ ഒന്ന് പോ, ക്യാമ്പിനൊന്ന് പോയി കൂടിയിട്ട് പോരാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു, ക്യാമ്പ് ഓൾറെഡി തുടങ്ങിയായിരുന്നു, എങ്കിലും പോയി ക്യാമ്പെല്ലാം കൂടി. ക്യാമ്പ് കൂടാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകം എന്തൊരു അനുഭവം, ഒരു താല്പര്യമൊക്കെ തോന്നിയായിരുന്നു. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നു, അച്ഛന്മാർ ഒരു കവറൊക്കെ തന്നു വിട്ടു. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ക്യാമ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ചേരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എനിക്ക് ചേരാൻ താല്പര്യം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് 2 ദിവസം ക്യാമ്പ് കൂടി ഉടനെ ആഗ്രഹം വരുമോ? ഞാൻ എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ അമ്മയുടെ വീട് തൊട്ടടുത്ത്, അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട് തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവരെല്ലാം ചർച്ചയൊക്കെ ആയി, ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ ശരിയാവുമോ? അപ്പോൾ എനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു ആദ്യം. പിന്നെ ഇങ്ങനെ ചെറിയൊരു സംശയം എനിക്ക് ചെറുതായിട്ട് തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഫൊറോന തല ബൈബിൾ കലോത്സവം, ഞാൻ അതിനകത്ത് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളെല്ലാം കണ്ടു, നല്ല കഴിവുള്ളവരെ, നല്ല സുന്ദരികളും മിടുക്കികളെ കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇട്ടേച്ച് ഞാൻ പോകണോ എങ്ങനെയൊക്കെ ഒരു തോന്നലും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ സംശയം ആയതുകൊണ്ട് എനിക്കൊരു ഉറപ്പ് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്നെ വേണ്ടെന്ന് വെച്ചു. അമ്മച്ചിയോടും പറഞ്ഞു, നമുക്ക് ഞാൻ എഴുത്തെഴുതി അച്ഛന്മാർക്ക്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് എഴുത്തെഴുതി ഞാനത് അവസാനിപ്പിച്ചു. പക്ഷേ അതിനുശേഷം മെയ് 1-ാം തീയതി ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഒരു പുത്തൻ കുർബാനയും പട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കൂടിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഓർത്തണം, ഞാനിത് എനിക്ക് വേണമെങ്കിൽ ഇത് ആകാമായിരുന്നാണല്ലോ, നല്ലതല്ലായിരുന്നു എന്നൊരു തോന്നൽ. പക്ഷേ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. 2 ആഴ്ച കഴിഞ്ഞ് എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ഞാനും അമ്മച്ചിയും മാത്രം, പെങ്ങന്മാരെ അനിയനെയും വേറൊരു വീട്ടിലേക്ക് മാറ്റി, ഞങ്ങൾ മാത്രമായിട്ട്. അപ്പോൾ ഞാൻ ഈശോയുടെ രൂപത്തെ നോക്കി ഇങ്ങനെ കിടക്കുമായിരുന്നു, ചുമ്മാ കിടക്കുമല്ലേ. അപ്പോഴത്തേക്ക് ശക്തമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് തോന്നുകയാണ്, ഞാൻ അച്ഛനാകാൻ പോകേണ്ടതായിരുന്നു, ഞാൻ അച്ഛന്മാർക്ക് എഴുതണ്ടായിരുന്നു, എങ്ങനെയാലും ചേരണമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നു തന്നെ. ഇനി എങ്ങനെയാണ് പറ്റുന്നത്, എഴുതിയില്ലേ, വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പം പ്രീ ഡിഗ്രി കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ചിക്കനൊക്കെ കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പം 2 അച്ഛന്മാർ വീട്ടിലെത്തി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് എൻ്റെ അച്ചാച്ചൻ്റെ ഒരു എഴുത്ത് കിട്ടിയിട്ട് വന്നതാണ്. ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു, എൻ്റെ എഴുത്ത് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. കിട്ടി, വേറെ എഴുത്ത് കിട്ടിയിട്ട് വരും, അച്ചാച്ചൻ്റെ എഴുത്ത് കിട്ടിയിട്ട് വരുക എന്ന് പറഞ്ഞു. മോൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചേരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ദൈവം എന്നെ വിളിക്കുന്നെന്നുള്ള ഒരു ഉറപ്പിലേക്ക് ഞാൻ വന്നു. പിറ്റേ ദിവസം തന്നെ തീരുമാനം എടുത്തു. അങ്ങനെ ഞാനിവിടെ 1983 ജൂൺ 5-ാം തീയതി മാന്നാനത്ത് വന്ന് സെമിനാരിൽ ചേർന്ന് പിന്നെയുള്ള മുന്നോട്ടുള്ള പഠനം ദൈവാനുഗ്രഹത്താൽ ഭംഗിയായിട്ട് പോയി. ഒരിക്കലും അമ്മച്ചി എന്നെ നിർബന്ധിച്ചിട്ടില്ല. അവധിക്ക് വരുമ്പോൾ അമ്മച്ചി ചോദിക്കുമായിരുന്നു, മോനെ സന്തോഷമാണോ, ഇല്ലെങ്കിൽ തിരിച്ചു പോരാ, എനിക്കൊരു കുഴപ്പമില്ല, നീ തിരിച്ചു പോരാൻ പറയുമായിരുന്നു. പിന്നെ അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ, സന്തോഷം ഉണ്ടെങ്കിൽ മാത്രം, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളൊരു ആശയത്തിലാണ്. പിന്നെ അങ്ങനെ വളർന്നു വന്ന് 17 കൊല്ലങ്ങൾക്ക് ശേഷം 2000 ജനുവരി 1-ന് ഞാൻ വൈദികനായി ചങ്ങനാശ്ശേരി പള്ളിയിൽ വെച്ചായിരുന്നു. ദൈവവിളി ഇതാണെന്ന് സംശയിച്ച ഒരാൾ ഇന്ന് ജൂബിലിയുടെ നിറവിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിലും വലിയൊരു സാക്ഷ്യം ഇനി കിട്ടാനില്ല. കാരണം ഈശോ വിളിച്ചതാണ്, അത് കൃത്യസമയത്ത് ഈശോ തന്നെ വഴി നടത്തുന്നുള്ളത് അച്ഛൻ്റെ ജീവിതം തന്നെ വലിയൊരു തെളിവാണ്. അപ്പോൾ അച്ഛൻ്റെ ഷെയറിങ്ങിന് വളരെ നന്ദി. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.